പുളിക്കൽ മണ്ഡപപ്പറമ്പ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. കുരുന്നുകൾ ആദ്യമായി അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ്. കളിയും ചിരിയും കൊഞ്ചലുമായി കുഞ്ഞു മനസ്സിന്റെ കൗതുകങ്ങളുമായി നിരവധി കുരുന്നുകളാണ് മണ്ഡപപ്പറമ്പ് അംഗൻവാടിയിലേക്ക് എത്തിയത്. കളിപ്പാട്ടങ്ങളുടെ കിലുക്കവും വർണ്ണത്തുമ്പികളുടെ ചിറകടിയുമുള്ള ആ കൊച്ചുലോകം പുതുമണമുള്ള പുസ്തകത്താളുകൾ പോലെ അവർക്കായി തുറക്കപ്പെട്ടു. വർണ്ണക്കടലാസുകളും ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച അംഗൻവാടി കുഞ്ഞു മനസ്സുകൾക്ക് പുത്തൻ പ്രതീക്ഷയേകി. മിഠായിയും സമ്മാനങ്ങളും നൽകി കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനി പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ടെല്ലാം ധരിച്ചു വെച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ധനം അത് വിദ്യാഭ്യാസമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മെച്ചപ്പെട്ട ഒരു അറിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള മേഖലകൾ എടുത്തു പരിശോധിച്ചാൽ ഇന്നലകളിൽ വളരെ ദരിദ്രരായി ജീവിച്ച കുടുംബാംഗങ്ങൾ, ആ കുടുംബനാഥനും കുടുംബനാഥിയും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളെ സകലതും മാറ്റിവെച്ച് പഠിപ്പിച്ചു കഴിയുമ്പോൾ അവര് പഠിച്ച് മിടുക്കരായി സമൂഹത്തിൽ ഉന്നത നല്ല ജോലിയൊക്കെ വാങ്ങി അവർ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നത് കാണാൻ നമുക്ക് നിരവധി അവസരങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുരുന്നു മക്കൾ നമ്മുടെ ഓരോ ഭവനങ്ങളിൽ നിന്നും ഇവിടെ ഇപ്പോൾ 11 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് 16 പേര് ഈ അംഗൻവാടിയിലേക്ക് ഇപ്പോൾ വരികയാണ്. അപ്പൊ ഏകദേശം 27-30 പേര് ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ട്. വാർഡ് മെമ്പർ പ്രസന്നദാസ് അധ്യക്ഷയായി. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ സുജി, വൈസ് ചെയർമാൻ രതീഷ്, വത്സമ്മ ടീച്ചർ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സന്തോഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്നാല് നമുക്ക് പല സാഹചര്യങ്ങൾ വരുന്ന എന്റെ ആഗ്രഹം എന്റെ മനസ്സിലുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ അംഗനവാടിക്ക് എന്തെല്ലാം ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണം. പക്ഷെ എന്താണ് വേണ്ടത്, നമ്മള് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അമ്മമാര് മാത്രമല്ല അച്ഛന്മാരടക്കം നമ്മൾ നന്നായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഒരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഒരു കൂട്ടായ്മ നന്നായിട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ എനിക്ക് സന്തോഷം, ഒത്തിരി സന്തോഷം ഞാൻ ഈ വേദിയിൽ അറിയിച്ചുകൊണ്ട്